എല്ലാവർക്കും നമസ്തേ. ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ അട. അതിനായി നമുക്ക് നല്ല പഴുത്ത മാമ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. മൂവാണ്ടൻ മാമ്പഴമാണിത്. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇടുക. എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചു വെച്ച മാമ്പഴം, ഏലക്ക, ശർക്കര എന്നിവയെല്ലാം കൂടെ അരച്ച് വെച്ച ആ മിശ്രിതം ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ഒന്ന് ഇളക്കുക, മിക്സ് ചെയ്യുക. ഇതിലേക്ക് അരമുറി തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ച് ചേർത്തിടുക. ഇനി ഇങ്ങനെ അരയ്ക്കാതെ തേങ്ങ ചിരണ്ടി ഇടുന്നവർക്കും അങ്ങനെ ഇടാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ആവശ്യത്തിന് ഇടുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുക. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്കിതിങ്ങനെ ഉരുട്ടി ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് നമുക്കങ്ങനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം നമുക്ക് ഓരോ ഇലയെടുത്ത് നന്നായി കഴുകിയ ഇലയിൽ പരത്തി വയ്ക്കാം. ഇനി ഇങ്ങനെയല്ല, നല്ല അരിപ്പൊടി ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ സാധാരണ എങ്ങനെയാണോ അട ഉണ്ടാക്കുന്നത് അതുപോലെ പരത്തിയിട്ട് അതിലേക്ക് മാമ്പഴവും തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഇല അടയ്ക്കകത്ത് നമ്മൾ നിറച്ച് വയ്ക്കും. എന്നിട്ട് സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ വയ്ക്കും. അങ്ങനെയും വയ്ക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് മടക്കി വയ്ക്കാം. ഇങ്ങനൊരു വെറൈറ്റി ഒരു ഈവനിങ് സ്നാക്ക് ആണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. ഈ സമയത്ത് നമുക്ക് അടുപ്പത്ത് അട വേവിക്കാനുള്ള വെള്ളം പാനിനകത്ത് ചൂടാക്കി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഓരോന്നായി വയ്ക്കുക. ഇങ്ങനെയാകുമ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോടുകൂടി ഇത് വെന്ത് കിട്ടും. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് മാമ്പഴ അട വെന്തോ എന്ന് നോക്കാം. ഏകദേശം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇല പതുക്കെ പൊക്കി നോക്കുമ്പോൾ അറിയാം വെന്തോ ഇല്ലെന്ന്. കാണുമ്പോൾ തന്നെ അറിയാം. അല്ലെങ്കിൽ വെന്തില്ലെങ്കിൽ ഇത് ഈ മാവ് ഇലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ ഈവനിങ് സ്നാക്കായ നമ്മുടെ മാമ്പഴ അട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമൻറ്റും അറിയിക്കണം. അങ്ങനെ നമ്മുടെ മാമ്പഴ അട തയ്യാർ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ അട ചൂടോടുകൂടി തന്നെ കഴിക്കണം.